അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഉള്ള റോഡുകളിൽ എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റത്തില്ല. അല്ല, ഒറ്റ മറ്റേ ഗട്ടറില് ഇത് ചാടി വന്ന് അവിടെ മേലെ ഇരിക്കും. അപ്പം ഞങ്ങള് ഹലോ, ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് ഞങ്ങളുടെ ബിൻചേട്ടന്റെ ഒരു ട്രെയിനിങ് ഡോഗ് ഉണ്ട്, അവനെ എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഇതിൽ പോകുന്നത് ക്യാമറ വുമണായിട്ടാണ്. ഇതിന്റെ പുറകിൽ നിന്ന് ക്യാമറ എടുക്കുന്നത് ഞാനായിരിക്കും. ട്രെയിനിങ്ങിന്റെ ക്യാമറയും ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഓഫറൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള വീഡിയോയും അവനെ എടുത്തിട്ട് വരുന്ന വീഡിയോ എല്ലാം ഇതിൽ ആഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പം പിന്നെ ഹായ് ഗൈസ്, അപ്പോ പുതിയൊരു ട്രെയിനിങ് വന്നിട്ടുണ്ട്. നമ്മള് എല്ലാരും കൂടിയാണ് അതിനെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നത് കവിതയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏതാണ് ബ്രീഡ്, അതിന്റെ ബിഹേവിയർ പ്രോബ്ലം എന്താണ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വണ്ടി ഓടിക്കുന്നത് ഞാനായിരിക്കും. വണ്ടി ഓടിക്കുന്ന ആളുടെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, വണ്ടി ഓടിക്കുന്നത് ഞങ്ങളുടെ ഡ്രൈവറാണ്. അപ്പോ ഡോഗ് വന്നതിന് ശേഷം ഡോഗിനെ എടുക്കുന്ന വീഡിയോയും ഡോഗിന്റെ ബിഹേവിയർ പ്രോബ്ലവും പിന്നെ അതിൽ വരുന്ന ചേഞ്ച് എല്ലാം നമ്മുടെ വീഡിയോയിൽ ഇനി വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഡോഗിനെ എടുക്കാൻ പോയി. ഓക്കെ, ശരി. സഡൻലി കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടല്ലേ? സഡൻലി പെട്ടെന്ന് ഒരാൾ കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടല്ലേ? ചാടിക്കയറ്റം. ബാഡ് ബിഹേവിയർ എന്താണ്? ചാടിക്കയറ്റം, പിന്നെ എല്ലാം നശിപ്പിക്കുവാണല്ലോ. വിളിച്ചാ വരില്ല. ചില സമയത്ത് ഇപ്പൊ ഞാൻ അടുത്ത് ഫുഡ് കൊടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഇവിടെ ഹെക്ടർ ഞാൻ ചേച്ചി കൊടുക്കുമ്പോൾ കടിക്കാൻ വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും അവരെ ഫുഡ് എടുത്തോണ്ട് പോകുമെന്ന് വിചാരിച്ചായിരിക്കും. പിന്നെ കമന്റ്സിൽ കേരളത്തെ ലെറ്റർ പറഞ്ഞാൽ അത് കൂട്ടി കയറാൻ പറയുന്ന ദേഷ്യം അന്നേരമാണ് നമ്മളെ കടിക്കാൻ വരുമല്ലേ? അന്നേരം കടിക്കാൻ. അപ്പൊ ഇനി നമ്മൾ കൊണ്ടുവരുമ്പോ ഇപ്പോഴത്തെ അതിന്റെ ബിഹേവിയർ കണ്ടല്ലോ. പക്ഷേ അഞ്ഞു പോയിട്ട് കയറുമ്പോ അങ്ങനെ സ്ഥിരം വിടാറില്ലേ? ഇവിടെ കൂട്ടിലും പുറത്തും ഒക്കെ തന്നെയാണ്. ഇവിടെ കൂട്ടിനകത്തു നിന്നൊക്കെ അപ്പിടും. ഒരു ഇതില്ല, നമ്മൾ അടിച്ചു കൊണ്ടുപോയാലും അങ്ങനെ അപ്പിടത്തില്ല. ചെറുതിനെ തൊട്ടേ അങ്ങനെ അത് പറ്റി അപ്പീരിലൊക്കെ ഒത്തിരി ചെറിയ പ്രായത്തിലെ അത് എനിക്കറിയത്തില്ല. ഇങ്ങനെ ബ്രീഡിനെ വളർത്തുമ്പോൾ ഈ പ്രശ്നം ഉണ്ടെന്നുള്ളൂ എന്റെ വിചാരം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡോഗിനെ അവളെ എടുത്തിട്ടുണ്ട്. ലാബാണ് ബ്രീഡ്, ബ്ലാക്ക് കളർ, ബ്ലാക്ക് ആണ്. 3 years ഏജ് ഉണ്ട് അവൾക്ക്. ഇപ്പോൾ നമ്മൾ ചെന്ന് കണ്ടപ്പോൾ തന്നെ അവൾ നല്ല ഒരു ബാറ്റൊക്കെ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പം ഭയങ്കര ഡ്രൈവാണ് ആള്, ഭയങ്കര ഹൈപ്പറാണ്. കുറച്ച് ഫുഡിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ ബാക്കി ഓണർ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഓണർ പറഞ്ഞ ഫുഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടെ എന്ത് സാധനം കിടന്നാലും എടുത്ത പ്ലേ ആണ് ഡോഗ് അങ്ങനെ. അപ്പോൾ നമ്മളവളെ ഈ 2 ഡ്രൈവും ഉണ്ടെന്ന് ഉള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളിനി ഈ ഡോഗിനെയും പോസിറ്റീവ്ലി മെത്തേഡ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. മാക്സിമം പോസിറ്റീവ്ലി മെത്തേഡ് തന്നെ ആയിരിക്കും. പിന്നെ നെഗറ്റീവ് കൊടുക്കേണ്ട അടുത്തൊക്കെ കറക്ഷൻസ് ഒക്കെ ചിലപ്പോൾ വരുമായിരിക്കും. ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. അപ്പോൾ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇടിച്ച് കുത്തിപ്പിഴിഞ്ഞുള്ള ട്രെയിനിങ് അല്ല കറക്ഷൻസ്. അതൊക്കെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. അതിനുവേണ്ടിയുള്ള എക്യുപ്മെന്റ്സുകളുണ്ട്, അതിനുവേണ്ടിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം നോക്കുന്നത് പോസിറ്റീവ്ലി മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇനി അവളുടെ ട്രെയിനിങ് വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബൈ.